അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന നികിതയുടെ അവസാന ആഗ്രഹം നിറവേറി. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ചിത്രത്തിൽ ബാലതാരമായി അഭിനയിക്കുകയും സെന്റ് തെരേസസ് കോളേജ് മുൻ ചെയർപേഴ്സണുമായ നികിത നയ്യാറുടെ കണ്ണുകൾ ദാനം ചെയ്തു. അപൂർവ രോഗത്തിന് കീഴടങ്ങിയ നികിതയുടെ അവസാന ആഗ്രഹപ്രകാരമാണ് നേത്രപടലം ദാനം ചെയ്തത്. രോഗാവസ്ഥയിൽ ഡോക്ടറോടാണ് തന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് നികിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരളിനെ ബാധിച്ച ഗുരുതര രോഗത്തെ തുടർന്ന് ശനിയാഴ്ചയാണ് നികിത മരണത്തിന് കീഴടങ്ങിയത്. കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു നികിതയ്ക്ക്. അതിനാൽ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യാൻ കഴിഞ്ഞത്. സെന്റ് തെരേസസ് കോളേജിൽ BSc സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു നികിത നയ്യാർ. 8ാം വയസ്സിലാണ് നികിതയ്ക്ക് അപൂർവ രോഗം പിടിപെടുന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് നികിതയുടെ വിയോഗം. രോഗം ബാധിച്ചു കഴിഞ്ഞ് 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ നടി ഭാവനയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് നികിതയായിരുന്നു. ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ, റോസ് എന്നീ ചിത്രങ്ങളിലും നികിത അഭിനയിച്ചിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നമിത മാധവിക്കുട്ടിയുടെയും ചങ്ങനാശ്ശേരി സ്വദേശി ഡോണി തോമസിന്റെയും മകളാണ് നികിത നയ്യാർ.